Hello students. Further applications of Rolle's theorem and mean value theorem seems to be very interesting. First application is for the location of roots of a function and its derivatives. Roots ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ്സിൻ്റെയും തമ്മിൽ പൊസിഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ f of x equal to cos x for sin x, fx equal to sin x, fx equal to sin x. We know that the graph of sin x, if sin 0 first, sin 0 0, then sin pi by 2 equal to 1 0 pi by 2, then again sin pi equal to 0. Graph is in the waveform. Again sin pi plus pi by 2, 3 pi by 2 വരുമ്പം മൈനസ് 1 ആണെന്നറിയാം. സൈൻ 2πയിൽ അത് വീണ്ടും 0 ആകും എന്ന് നമുക്കറിയാം. ഇതേപോലെയാണ് ഗ്രാഫ് പോവുക എന്ന് നമുക്കറിയാം. ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് f of x equal to sin x. ഹിയർ സൈൻ 0 0, സൈൻ പൈ 0. അപ്പോൾ f equal to 0 ആകുന്ന പോയിന്റ്സ് ആണ് ഈ കാണുന്നത്. ദെൻ വാട്ട് ഈസ് f dash x? f dash x equal to cos x. Cos x. Then what about the zeros of cos x? We can draw the graph. It is also in the wave form, but it meets the x-axis in different points. Meets the x-axis when the function f dash x equal to 0. What is Rolle's theorem? If f is continuous in a closed interval, differentiable in corresponding open interval, then points of open interval are a and b, f of a equal to f of b equal to 0, f of b equal to 0, then there exists a c element of open interval ab such that f dash c equal to 0. fx 0 ആവുന്ന രണ്ട് പോയിന്റ്സിനിടയ്ക്ക്, here fx equal to sin x is 0 at a equal to 0 and b equal to pi. 0യിലും പൈയിലും sin x ന്റെ വാല്യൂ 0 ആണ്. Then by Rolle's theorem, its derivative f dash x, which is cos x, is 0 at an intermediate point. 0യ്ക്കും പൈക്കും ഇടയ്ക്ക് f dash x 0 ആകുന്ന ഒന്നിൽ കൂടുതൽ പോയിന്റും ഉണ്ടാകാം. there exists at least one c എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് ഉണ്ട് പൈ ബൈ 2. f dash cos 0 ആണ്, cos പൈ ബൈ 2 0 ആണെന്ന് നിങ്ങൾക്കറിയാം. f dash equal to 0. Zeros of f dash are between zeros of f. fന്റെ zeros-ന് ഇടയ്ക്കാണ്, that is location. Zeros of f dash zeros lie between zeros of f. Zeros of f. fന്റെ 0യ്ക്ക് ഇടയ്ക്കാണ് f ഡാഷിന്റെ 0. ഇനി നമ്മളിത് സൈൻ പൈ 0 ആണ്, സൈൻ 2π 0 ആണ്, സൈൻ 2π 0 ആണ്. അപ്പോൾ a ഈക്വൽ ടു 0 എന്നും b ഈക്വൽ ടു 2π എന്നും ആലോചിക്കുന്നെങ്കിൽ, b ഈക്വൽ ടു 2π എന്ന് ആലോചിക്കുന്നെങ്കിൽ അത് രണ്ടും fന്റെ 0 ആണ്. അതിനിടയ്ക്ക് f ഡാഷിന്റെ രണ്ട് 0 ആണ്. എഫിൻ്റെ തന്നെ വേറെ 0 ഉണ്ട്. a0 b 2π എന്ന് പരിഗണിക്കുകയാണെങ്കിൽ f ഡാഷിൻ്റെ രണ്ട് 0 ഇവിടെയും ഉണ്ടാവും. n പൈ ബൈ 2, അതിൽ കോസ് വാല്യൂ 0 ആണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെയായിരിക്കും കോസിൻ്റെ ഗ്രാഫ് പോകുന്നത് നമുക്കറിയാം. ഇതുപോലെ ആയിരിക്കും ആ വേവ് വരിക. അപ്പോൾ ഇവിടെയല്ലേ സ്റ്റാർട്ട് ചെയ്യുക? കോസിൻ്റെ ഗ്രാഫ് ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണ്, രണ്ടാമത് വരച്ചാണ് കോസിൻ്റെ ഗ്രാഫ്. അപ്പോൾ അവിടെ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് കോസിൻ്റെ രണ്ട് റൂട്ട്സ് ഉണ്ട്. ഇത് തിരിച്ചും എഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എടുക്കുവാണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് എക്സിൻ്റെ രണ്ട് 0യ്ക്ക് ഇടയ്ക്ക് മൈനസ് സൈൻ എക്സിൻ്റെ, അത് സൈൻ എക്സിൻ്റെ 0 ആയിരിക്കും. കോസ് എക്സിൻ്റെ സീറോസിനിടയ്ക്ക് സൈൻ എക്സിൻ്റെ സീറോസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ സീറോസ് ഓഫ് കൊസൈൻ ആൻഡ് സൈൻ ഫംഗ്ഷൻ ഇന്റർലേസ് ബിറ്റ്വീൻ ഈച്ച് അതർ. ഇന്റർലേസ് എന്നാണ് പറയുക. ഒരെണ്ണത്തിൻ്റെ ഇടയ്ക്കാണ് അടുത്തതിൻ്റെ 0. interlace. Zeros of sin x and cos x interlace each other. Interlace. Zeros of sin x and cos x interlace each other. Interlace each other. ഇതാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ റൂട്ട് കണ്ടുപിടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്.
Actually, the second application is in error estimates. Here we are doing the error estimate in calculation of a root. Error estimates ആണ് second application എന്ന് പറയാം. While calculating roots, we are illustrating the error estimates. Suppose that we have to calculate the root of 105. Root 105. അതിനടുത്തൊക്കെ നമുക്ക് റൂട്ട് അറിയാവുന്ന നമ്പേഴ്സ് ഉണ്ട്. റൂട്ട് 1 കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട് അറിയാം. എന്നാലും ഇത് മെയിൻ വാല്യൂ തിയറി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. We consider root function f of x equal to root x എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ പരിഗണിക്കുന്നു. And we apply mean value theorem for a equal to ഒരു ക്ലോസ്ഡ് ഇൻ റൂട്ട് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഡിഫൈൻ ചെയ്യാം റൂട്ട് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. a equal to 100 b equal to 105 ഉപയോഗിച്ച് നമ്മൾ മീൻ വാല്യൂ തിയറം ഇതിന് അപ്ലൈ ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് മീൻ വാല്യൂ തിയറം? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, റൂട്ട് എക്സ് ഡിഫറൻഷ്യബിൾ ആണ്, 100ഉം അതിന് മുകളിലുള്ള പോയിന്റ്സ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് മെയിൻ വാല്യൂ തിയറം പറയുന്നത് എന്നതാ എഫ് ബി മൈനസ് എഫ് എ ഈക്വൽ ടു എഫ് ഡാഷ് സി ഇൻറ്റു ബി മൈനസ് എ ഫോർ സി എലമെന്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി. സി ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഒരെണ്ണം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എഫ് ബി നമ്മുടെ റൂട്ട് 105 മൈനസ് എഫ് എ എന്ന് പറയുന്നത് റൂട്ട് 100, അത് 10 ആണെന്ന് നമുക്കറിയാം, അതാണ് അതിൻ്റെ ലാഭം, ഈക്വൽ ടു എഫ് ഡാഷ് സി. എഫ് എക്സ് റൂട്ട് എക്സ് ആയതുകൊണ്ട് എഫ് ഡാഷ് എക്സ് 1/2 റൂട്ട് എക്സ് 1/2 റൂട്ട് സി ഇൻറ്റു ബി മൈനസ് എ 105 മൈനസ് 100. That is root of 105 minus 10 equal to 5 divided by 2 root c എന്ന് നമുക്ക് കിട്ടും. 5 divided by 2 root c. ഇനി ഈ c എവിടെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 100നും 105നും ഇടയ്ക്കാണ് c. c 100നും 105നും ഇടയ്ക്കാണ്. 100 less than c less than 105. 105 less than 121. ഇതോടെയാണ് നമുക്ക് റൂട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റൂട്ട് സി എന്ന് പറയുന്നത് 10നും 11നും ഇടയ്ക്കാണ്. നമുക്ക് പെട്ടെന്ന് പറയാൻ എളുപ്പത്തിന് 10നും 11നും ഇടയ്ക്കാണ്. അപ്പോൾ ഈ 5/2 റൂട്ട് സിയുടെ എക്സ്പ്രഷനിൽ കൊടുക്കുമ്പം ഇനിക്വാളിറ്റി തിരിഞ്ഞു പോകും എന്ന് നിങ്ങൾക്കറിയാം. 5/2 ഇൻറ്റു റൂട്ട് സിയുടെ വാല്യൂ ആണ് 11. 5/2 ഇൻറ്റു 11 ലെസ് ദാൻ റൂട്ട് 105. 5/2 ഇൻറ്റു 11 ലെസ് ദാൻ റൂട്ട് 105 മൈനസ് 10 ലെസ് ദാൻ 5/2 റൂട്ട് സി ഇതിൻ്റെ ബൗണ്ട് 5/2 ഇൻറ്റു 10. റൂട്ട് സി ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് 5/2 റൂട്ട് സി ഉപയോഗിച്ച് ഇതിന് ബൗണ്ട്സ് പറയാം. അപ്പോൾ അത് കിട്ടാൻ പോകുന്നത് 0.2272 ആണ് ഈ വാല്യൂ. അടുത്തത് 0.25 ആണ്, ഇത് 0.25 ആണ്. അപ്പോൾ റൂട്ട് 105ൻ്റെ ബൗണ്ട് പറയണമെങ്കിൽ 10 ആഡ് ചെയ്താൽ മതി എല്ലായിടത്തും. ഇവിടെ 10.25 വരും, ഇവിടെ 10.2272 എന്ന് വരും. 10.2272 എന്ന് വരും. അപ്പോൾ നമ്മൾ മുമ്പ് റൂട്ട് സി ലെസ് ദാൻ 10 ആൻഡ് 11 പറഞ്ഞ പോലെ നമുക്ക് പുതിയ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. 10.2272ഉം 10.25ഉം ഉണ്ട്. അത് വീണ്ടും ഇതിലേക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ എറർ മിനിമൈസ് ചെയ്ത് വരിക. 5/2 ഇൻറ്റു വലിയ നമ്പർ ഇവിടെ കൊടുക്കണം. 2 ഇൻറ്റു 10 റെസിപ്രോക്കലാണ് റൂട്ട് സി വന്നിരിക്കുന്നത്. 10.25 ലെസ് ദാൻ റൂട്ട് 105 ലെസ് ദാൻ 5/2 ഇൻറ്റു 10.2272 എന്ന് വരും. ദാറ്റ് ഈസ് we get 10.2439 less than root 105. 10.2439 less than root 105 less than 10.25 എന്ന അടുത്തൊരു ഇനിക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തും. ഇതുപോലെ റീപ്ലേസ് ചെയ്ത് നമുക്ക് പോകാം. നിങ്ങളിങ്ങനെ ഉണ്ട് എന്നറിഞ്ഞാൽ മതി. അപ്പോൾ എറർ എസ്റ്റിമേറ്റ്സ് എഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സിൻ്റെ ആകുമ്പോൾ അത് എഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് സൈൻ എക്സ് എന്നൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെയും ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നുള്ളൂ. അപ്പോൾ ഏത് എറർ എസ്റ്റിമേറ്റിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം.
ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു ആപ്ലിക്കേഷൻ. മൂന്നാമതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് ഇനിക്വാളിറ്റീസിലാണ്. ഇനിക്വാളിറ്റീസ് ചിലത് ഫോം ചെയ്യാൻ നമുക്ക് ഈ മീൻ വാല്യൂ തിയറം ഉപയോഗിക്കാം. ഇനിക്വാളിറ്റീസ് അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ഈവൻ ബെർണോലിസ് ഇനിക്വാളിറ്റി വരെ ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. കൺസിഡർ ദ ഫംഗ്ഷൻ e raised to x. e raised to x ആയിട്ട് ബന്ധപ്പെട്ടൊരു ഇനിക്വാളിറ്റിയാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. e raised to x എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ 0x ഈ ഇൻ്റർവെല്ലിൽ നമ്മൾ മെയിൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ അങ്ങനെ ഇരിക്കും f of x മൈനസ് f of 0 equal to f dash of c into b minus a x minus 0. c എവിടെയാ? ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0x x greater than 0. അപ്പോൾ 0 കഴിഞ്ഞാണ് സിയുടെ പൊസിഷൻ എന്നുള്ളത് ഓർക്കാം. അപ്പോൾ എഫ് എക്സ് e raised to x മൈനസ് e raised to 0 ഈക്വൽ ടു എഫ് എക്സ് e raised to x എഫ് ഡാഷ് എക്സ് e raised to x. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് e raised to c ഇൻറ്റു എക്സ് മൈനസ് 0. അതിൽ c ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ e raised to x e raised to 0 1 മൈനസ് 1 e raised to c ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ e raised to cയുടെ വാല്യൂ 1ൽ കൂടുതലുണ്ട്. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ എക്സിനേക്കാളും വലുതാണ് നമുക്ക് കിട്ടുക. ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് എഴുതാം. e raised to x ഗ്രേറ്റർ ദാൻ 1 പ്ലസ് എക്സ് എന്നൊരു ഇനിക്വാളിറ്റി. e raised to x ഗ്രേറ്റർ ദാൻ 1 പ്ലസ് എക്സ് 0 ആണെങ്കിൽ ഇത് 0 ആണ്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 x equal to 0, if x equal to 0, you know that e raised to x, e raised to 0, 1 ആണെന്നറിയാം. So e raised to x greater than or equal to 1 plus x എന്നുള്ള ഇനിക്വാളിറ്റിയിലേക്ക് ഇത് ലീഡ് ചെയ്യും. ആൻഡ് കൺസിഡർ ദ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ f of x equal to say sin x. ഇതേപോലെ നമുക്ക് sin xന് മെയിൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. ക്ലോസ്ഡ് ഇൻ്റർവൽ 0xൽ മെയിൻ വാല്യൂ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 0xൽ മെയിൻ വാല്യൂ തിയറം എക്സ് ഗ്രേറ്റർ ദാൻ 0 നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? സൈൻ എക്സ് മൈനസ് സൈൻ 0 ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് കോസ് എക്സ് ആണ്. കോസ് എക്സ് സിയിൽ കൊടുക്കുമ്പം കോസ് സി ഇൻറ്റു എക്സ് മൈനസ് 0 കോസ് സി ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 1. കോസ് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ ആയിരിക്കും. അപ്പോൾ സൈൻ എക്സ് സൈൻ 0 ആണ്. സൈൻ എക്സ് ഈക്വൽ ടു കോസ് സി ഇൻറ്റു എക്സ് എന്നേ ഉള്ളൂ. എന്നിട്ട് കോസ് സിയുടെ വാല്യൂ -1നും 1നും ഇടയ്ക്ക് കിടക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? കോസ് സിയുടെ ഈ ബൗണ്ട്സ് ഉപയോഗിച്ചാൽ മൈനസ് എക്സിനും പ്ലസ് എക്സിനും ഇടയ്ക്കാണ്. ഇവിടെ -1 ഉപയോഗിക്കുമ്പം -x, +1 ഉപയോഗിക്കുമ്പം +x. അപ്പോൾ സൈൻ എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് എന്ന് പറയാം. -x ലെസ് ദാൻ സൈൻ എക്സ് ലെസ് ദാൻ എക്സ് മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ൽ അത് ഈക്വൽ ആവും. സൈൻ 0 -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മീൻ വാല്യൂ തിയറത്തിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഇതേപോലെ ബെർണോലിസ് ഇനിക്വാളിറ്റി 1 plus x whole raised to n 1 plus x whole raised to n equal to 1 plus whole raised to alpha 1 plus alpha x greater than -1. നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇനിക്വാളിറ്റിയാണ് ബെർണോലിസ് ഇനിക്വാളിറ്റി. അതും മെയിൻ വാല്യൂ തിയറത്തിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. 1 plus x whole raised to alpha, അതിൻ്റെ ഡെറിവേറ്റീവ് ആൽഫ ഇൻറ്റു 1 plus x whole raised to alpha -1 for x greater than -1. ഇതാണ് നമ്മളുടെ ബെർണോലിസ് ഇനിക്വാളിറ്റി. അവിടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ആൽഫ ഗ്രേറ്റർ ദാൻ 1 എന്നൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. ബെർണോലിസ് ഇനിക്വാളിറ്റി നമ്മൾ കൊണ്ട് പഠിച്ചാണ്. ഇങ്ങനെ 2 കണ്ടീഷൻസ് ഉണ്ട് അവിടെ. Here we write f of x equal to 1 plus x whole raised to alpha. 1 plus x whole raised to alpha. Then in 0x we can apply the
mean value theorem.